ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. ഓണക്കാലമായില്ലേ, അപ്പോൾ ഓണത്തിന് വേണ്ട സാമ്പാർ വിഭവങ്ങൾ, കറികൾ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് കരുതി. ഇന്ന് ചെയ്യുന്നത് സാമ്പാറാണ്. അതിലേക്ക് ഒരു കുക്കറെടുത്ത് അതിൽ ഒരു 30 ഗ്രാം അളവിലുള്ള പരിപ്പായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ അധികം ആവശ്യമില്ല. 30 ഗ്രാമിലേക്ക് കുറച്ചൊരു നുറുക്കി കഴിഞ്ഞാൽ 5-6 കഷ്ണങ്ങളായിട്ട് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു കുമ്പളങ്ങ, ഒരു തക്കാളി, ഒരു സബോള, ഒരു 3 വെണ്ടയ്ക്ക, പിന്നെ ഒരു മുരിങ്ങയ്ക്ക, അത്രയും എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ഉണ്ട്. അതുപോലെ വെളുത്തുള്ളി, ഒരു ഉണക്കമുളക്, അതൊക്കെ ഇട്ടിട്ട് ഒരു ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അത് വാടി വരുമ്പോൾ ആദ്യമായിട്ട് സബോള ഒരെണ്ണം നടുമുറിച്ച് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള സബോള അതിലേക്ക് ഇടണം. കുറച്ച് വേപ്പില ഇടണം. അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ വെണ്ടയ്ക്ക ഇടുക. സബോള കുറച്ചൊരു പകുതി വാടി വരണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇട്ട് വഴറ്റി വരുമ്പോൾ പിന്നെ വെണ്ടയ്ക്ക മുറിച്ചിടണം. പിന്നെ അതിന് ശേഷം വെണ്ടയ്ക്ക നന്നായിട്ട് വാടി വന്ന പൊടി മസാല സാമ്പാർ മസാല ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പൊടിയാണ്. അതൊരു 2 സ്പൂണ്, 2 ടീസ്പൂണ് സാമ്പാർ മസാലയുടെ പൊടി ഇടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും വേണ്ട. മുളക് പൊടി, മല്ലിപ്പൊടി വേറെ എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് സാമ്പാർ മസാല. അപ്പം അതിലേക്ക് എരിവ് പോരെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ ഉപ്പ്, അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ തിളപ്പിച്ച് വെള്ളം ഒഴിക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് കഷ്ണങ്ങൾ മുഴുവനായിട്ട് വേകാൻ മൂടി വയ്ക്കുക. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായി തിരുമ്പി കഴിഞ്ഞ് ആ പുളി ചേർക്കണം ഇതിലേക്ക്. പിന്നെ സാമ്പാറിലേക്ക് മത്തങ്ങയും മുരിങ്ങയ്ക്കയും തക്കാളി എന്തായാലും നിർബന്ധമാണ്. സാമ്പാറിന് ടേസ്റ്റ് വരാൻ അത് അത്യാവശ്യമാണ്. കഷ്ണങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. കുറേ അധികം കഷ്ണങ്ങളായി കഴിഞ്ഞാൽ വെറും കഷ്ണം മാത്രമാവും. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ കുറച്ച് മാത്രമേ കഷ്ണങ്ങൾ ചേർക്കേണ്ടതുള്ളൂ. അപ്പം അങ്ങനെ ഏതാണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പുളി ഒഴിക്കണം. പിന്നീട് കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തക്കാളി ഇടാം. തക്കാളിയും കൂടി വെന്ത് കഴിഞ്ഞാൽ വേവിച്ച് വെച്ച പരിപ്പ് നന്നായിട്ട് ഉടയ്ക്കണം. നന്നായി ഉടയണ രൂപത്തിൽ. എന്നാൽ പരിപ്പ് നന്നായി അധികം വേവിച്ച് കഴിഞ്ഞാൽ പരിപ്പ് കൊഴുപ്പായിട്ട് വരും. അങ്ങനെയായ കറിയുടെ ടേസ്റ്റ് പോകും. ഇത് നല്ല പോലെ പരന്ന് പരിപ്പെടുത്ത് തൊട്ട് കഴിഞ്ഞാൽ ഉടയണ രീതിയിലുള്ള വേവേ പാടുള്ളൂ. അപ്പം അത് നമുക്ക് ഒന്നുപോലെ കൈ കൊണ്ട് തിരുമ്പി ഉടയ്ക്കാം, അല്ലെങ്കിൽ തവി കൊണ്ട് ഉടയ്ക്കാം. അതല്ലെങ്കിൽ മിക്സിയിലടിച്ച് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടയും. അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ നന്നായി ഉടച്ച് കലക്കിയിട്ട് ഇതിൽ കൂടെ ചേർക്കാം. അപ്പോൾ ആ കറിയിൽ ഇപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാലാണ് പാകമാവുള്ളൂ. ഇത് കുറച്ച് ലൂസാവുന്ന രീതിയിൽ വേണം കറി. പരിപ്പ് കണ്ട ഇതുപോലെ നന്നായി ഉടച്ചിട്ട് കലക്കി ഒഴിക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഉപ്പും പുളിയും എരിവൊക്കെ പാകം നോക്കിയിട്ട് നമുക്ക്
അടുപ്പിൽ നിന്ന് തീ ഓഫാക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില വിതറാം, കായപ്പൊടി LG കായം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് ആ കായമാണ് ഏറ്റവും നല്ല വാസനയുള്ളത്. ആ കായം ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റും വരും. അത് സാമ്പാർ പൊടി തയ്യാറാക്കുമ്പോഴും അതിൽ LG കായത്തിൻ്റെ കായം മൂപ്പിച്ചിടാൻ നോക്കുക പൊടിക്കുമ്പോൾ. അപ്പം അങ്ങനെ മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് താളിക്കാൻ കുറച്ച് കടുക്, ഉലുവ, ചുവന്ന മുളക്, വേപ്പില, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം മൂപ്പിച്ചിട്ട് ഇതിൽ വറുത്തിടുക. അപ്പോൾ പിന്നെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. ഇതിപ്പോൾ ഈ പാകത്തിൽ ഇറക്കി വെച്ചാൽ പിന്നെ മൺചട്ടിയാണ്, ഇരുന്ന് കട്ടിയാവും. അതിനു വേണ്ടി കുറച്ച് ലൂസായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നല്ല കൊഴുത്ത കറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഓണത്തിൻ്റെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. നല്ല ടേസ്റ്റിയായ സാമ്പാർ റെഡി.